സിനിമാ ലോകത്തും സാമൂഹിക അന്തരീക്ഷത്തിലും വലിയ തോതിൽ ചർച്ചയായ ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിൽ എത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി കനത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ആദ്യ ഭാഗം സൃഷ്ടിച്ച വിള്ളലുകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ എത്തുന്ന ഈ രണ്ടാം ഭാഗം കൂടുതൽ വിദ്വേഷകരമായ ഉള്ളടക്കം പേറുന്നതാണെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞു. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല രംഗങ്ങളും വസ്തുതകളെ വളച്ചൊടിക്കുന്നതും കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ അപമാനിക്കുന്നതുമാണെന്നാണ് പ്രധാന വിമർശനം. പ്രത്യേകിച്ച് ഒരു മലയാളി യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും തുടർന്ന് അവരെ നിർബന്ധിച്ച് അത് കഴിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് മനഃപൂർവ്വം വിദ്വേഷം പടർത്താനാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിലെ ഭക്ഷണ രീതികളെയും വിശ്വാസങ്ങളെയും വക്രീകരിച്ച് കാണിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തെറ്റായ ധാരണകൾ പരത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് സാമൂഹ്യ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നു. ട്രെയിലർ പുറത്തു വന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ് ദൃശ്യമാകുന്നത്. കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് മലയാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മതേതരത്വത്തെയും സൗഹൃദപരമായ അന്തരീക്ഷത്തെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം സിനിമകൾക്ക് പിന്നിൽ നിഗൂഢമായ രാഷ്ട്രീയ അജണ്ടകളുണ്ടെന്ന് പലരും ആരോപിക്കുന്നു. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായ മലയാളികൾക്കിടയിൽ ഈ സിനിമ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയിലെ വ്യാജ പ്രചാരണങ്ങൾ കണ്ട് ഉത്തരേന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ കേരളത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താൻ സാധ്യതയുണ്ട്. ഇത് അവിടെയുള്ള മലയാളികൾക്ക് നേരെ വിദ്വേഷപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായേക്കുമെന്നും പലരും ഭയപ്പെടുന്നു. കേരളത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് നിർമ്മിക്കുന്ന ഇത്തരം സിനിമകൾക്കെതിരെ സംസ്ഥാന സർക്കാർ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം പ്രവാസികൾ അടക്കമുള്ളവർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ചിത്രത്തിനെതിരെയുള്ള പ്രതിഷേധം വെറും വാക്കുകളിൽ ഒതുക്കാതെ സർഗാത്മകമായും സംഘടിതമായും നേരിടുമെന്ന ആഹ്വാനങ്ങളും ഉയരുന്നുണ്ട്. സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് മുന്നിൽ കേരളത്തിലെ മതേതര സംഘടനകൾ ബീഫ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുമെന്നും കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരവും ഐക്യവും ലോകത്തെ അറിയിക്കണമെന്നും ചിലർ നിർദ്ദേശിക്കുന്നു. കേരളത്തെയും ഒരു പ്രത്യേക മതവിഭാഗത്തെയും ഒരേപോലെ ലക്ഷ്യം വെക്കുന്ന ഇത്തരം സൃഷ്ടികൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ചേരിതിരിവ് ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ കണക്കുകളിലും വസ്തുതകളിലും വലിയ പിശകുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. 32,000 പേർ മതം മാറി ഭീകരവാദത്തിലേക്ക് പോയി എന്ന വാദത്തിൽ നിന്ന് പിന്നീട് അണിയറ പ്രവർത്തകർക്ക് കോടതിയിൽ പിന്നോട്ട് പോകേണ്ട വന്ന ചരിത്രം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ടും രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രകോപനപരമായ രംഗങ്ങൾ ഉൾപ്പെടുത്തിയത് സിനിമയുടെ വാണിജ്യ ലാഭത്തിന് വേണ്ടി വിദ്വേഷത്തെ വിൽക്കുകയാണെന്നാണ് പരിഹാസത്തിനും ഇടയാക്കുന്നത്. അടുത്ത ദേശീയ അവാർഡിനുള്ള ഐറ്റം തയ്യാറായി എന്ന രീതിയിലുള്ള ട്രോളുകളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. കേരളത്തിന് പുറത്തുള്ള പലരും ട്രെയിലറിന് താഴെ ഇങ്ങനെയൊക്കെയാണോ കേരളത്തിൽ നടക്കുന്നത് എന്ന അത്ഭുതത്തോടെയും സംശയത്തോടെയും കമന്റുകൾ ഇടുന്നുണ്ട്. ഇത് കേരളത്തിന്റെ ടൂറിസം മേഖലയെയും ആഗോളതലത്തിലുള്ള ഇമേജിനെയും ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളം എന്നാൽ ഭീകരതയുടെയും മതപരിവർത്തനത്തിന്റെയും കേന്ദ്രമാണെന്ന തരത്തിലുള്ള ചിത്രീകരണം സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയാണ്. സാംസ്കാരിക കേരളം ഇതിനെ ശക്തമായി പ്രതിരോധിക്കണമെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ വസ്തുതകൾ നിരത്തി പോരാടണമെന്നും സോഷ്യൽ മീഡിയയിലെ പൊതുവായ വികാരം ഉയരുകയാണ്. റിലീസിന് മുൻപേ തന്നെ ഇത്രയധികം വിവാദങ്ങൾ നേരിടുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. സിനിമകളുടെ ഉള്ളടക്കം സെൻസർ ബോർഡ് കൃത്യമായി പരിശോധിക്കണമെന്നും വിദ്വേഷം പടർത്തുന്ന രംഗങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു ജനതയെയും അവരുടെ സംസ്കാരത്തെയും ആകെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ലെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഒരേ സ്വരത്തിൽ പറയുന്നത്. സിനിമയുടെ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും ട്രെയിലറിലെ അതിവൈകാരികവും പ്രകോപനപരമായ രംഗങ്ങൾ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടി. മുൻഗാമിക്ക് ലഭിച്ച അമിതമായ പബ്ലിസിറ്റി രണ്ടാം ഭാഗത്തിനും ലഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ഇത് കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചോദ്യമായി അവശേഷിക്കുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ കാമാഖ്യ നാരായണ സിംഗ് നേരത്തെയും വിവാദപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ കേരളത്തെക്കുറിച്ച് ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സിനിമയാക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. കേരളത്തിലെ ജനാധിപത്യ ബോധവും മതസൗഹാർദ്ദവും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഈ സിനിമ ഒരു ഇന്ധനമായി മാറുമെന്ന ഭീതി നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പാണ്. സത്യവും മിഥ്യയും തമ്മിലുള്ള ഈ
ഈ പോരാട്ടത്തിൽ കേരളത്തിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ മലയാളി സമൂഹം ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തിയേറ്ററുകളിൽ സിനിമ എത്തുന്നതോടെ ഇതിനെതിരെയുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത.